ആരോപണം ചെയ്യുന്ന ഒരു പിൻ പോയിന്റ് ചെയ്തൊരു വ്യക്തി കഴിഞ്ഞ ദിവസം പറഞ്ഞ അശ്വന്ത് ഗോക്ക് പറഞ്ഞിട്ടുള്ളത് നമ്മളെല്ലാരും കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ മാധവ് സുരേഷിനെ പുള്ളി അബ്യൂസ് ചെയ്യുന്നു. രാമൻകുട്ടി തളരരുത്, കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെന്ന് ഒരു പൊടിക്ക് അടങ്ങടേ. മാധവ് സുരേഷിനെ അബ്യൂസ് ചെയ്യുന്നു. പുള്ളി വിളിക്കുന്ന ഉപയോഗിക്കുന്ന വാക്കുകൾ എടാ സുരേഷ് ഗോപിയുടെ മോനെ. ഒരു കേന്ദ്രമന്ത്രിയാണ് സുരേഷ് ഗോപി എന്നുള്ള ഒരു ഉത്തമ ബോധ്യം അയാൾക്കുണ്ടാവണമല്ലോ. ഞാൻ കമ്പയർ ചെയ്യുന്നു. ഞാൻ ശ്രീനിവാസിന്റെ മകൻ. അയാൾ ഭയങ്കര ഗ്രേറ്റ് ആണ്. കാരണം ഞാൻ പറഞ്ഞതിനകത്തൊന്നും റിയാക്ട് ചെയ്തിട്ടില്ല. ഈ അശ്വന്ത് ഗോക്കിനുണ്ടായിട്ടുള്ള ഫീലിങ്സ് എന്താണ്? എന്തൊക്കെ ഫ്രേസസ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് പുള്ളി. സിനിമയും എല്ലാം വെല്ലുവിളിക്കുന്ന ഒരു ലെവലിലേക്ക് പോയി കഴിയുമ്പോഴത്തേനും തീർച്ചയായിട്ടും നമ്മൾ റിയാക്ട് ചെയ്യും. ഭയങ്കര മനസ്സ് സങ്കടത്തിലിരിക്കാൻ സന്തോഷ്. ഇടയിൽ ഞാൻ ആവശ്യത്തിൽ കൂടുതൽ കണ്ടു എന്ന് തോന്നിപ്പോയ, നേരത്തെ കണ്ണ് തുറപ്പിച്ചപ്പോൾ കുറച്ച് കൂടുതൽ തുറന്നു പോയി എന്ന് പറഞ്ഞില്ലേ, എൻ്റെ കണ്ണ് പോയത് നേരെ അനിൽ തോമസ് സാറിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്കായിരുന്നു. അശ്വന്ത് ഗോക്ക് ട്യൂഷന് പോകുന്നത് അനിൽ തോമസിൻ്റെ ഫേസ്ബുക്ക് പേജിലേക്കാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഫേസ്ബുക്കിൽ നമ്മൾ കുറച്ച് ഉത്തരവാദിത്തത്തോടെ പെരുമാറണം, ഒരു ഡെക്കോറം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് എന്നൊക്കെ ആ പ്രസ് മീറ്റിൽ വാചാലനായ അനിൽ തോമസിൻ്റെ ഫേസ്ബുക്ക് പേജിലെ ചില പരാമർശങ്ങൾ ഞാനിപ്പോൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ കുറച്ച് പോസ്റ്റുകൾ വായിച്ച് സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോകുമ്പോൾ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് അശ്വന്ത് ഗോക്കിൻ്റെ ഭാഷ എത്രത്തോളം മികച്ചതാവണം എന്ന് അഭിപ്രായപ്പെട്ട അനിൽ തോമസ് സാറിൻ്റെ ഫേസ്ബുക്ക് പേജാണോ അതോ FFCയുടെ ഡിലീറ്റായി പോയ പേജാണോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. നരബലി, കുത്ത് ദൈവത്തിൻ്റെ നാട്ടിൽ ഇതിലും കൂടുതൽ നടക്കും. ഈ വാക്കുകളൊക്കെ ഞാൻ എൻ്റെ വായ കൊണ്ട് പറയുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ വാക്ക് ഉപയോഗിക്കുമ്പോൾ 2022 ദി റിയൽ OG പോസ്റ്റ് നമ്മൾ ഇവിടെ വായിക്കുകയാണ്, ദൈവത്തിൻ്റെ നാട്ടിൽ എന്ന്. അതായത് ഈ നാടിനെ അടച്ച് ആക്ഷേപിക്കുകയാണ്. സിനിമാക്കാരെ മുഴുവൻ ആക്ഷേപിക്കുന്ന രീതിയിൽ അശ്വന്ത് ഗോക്ക് സംസാരിച്ചു എന്ന് പറയുമ്പോൾ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും അടച്ചാക്ഷേപിച്ചാണ് അദ്ദേഹം ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കോമൺ സെൻസ് സീരിയലാത്തതുകൊണ്ട് എവിടെ പോയാലും ഇവൻ നോൺസെൻസ് മാത്രമേ സംസാരിക്കൂ. തോമസ് സാറിൻ്റെ മറ്റൊരു വളരെ ഗംഭീരമായിട്ടുള്ള കണ്ടുപിടുത്തം ഉണ്ടായിരുന്നു. എത്ര മോശമായിട്ടാണ് ആ മാധവ് സുരേഷിനെ അശ്വന്ത് ഗോക്ക് അഭിസംബോധന ചെയ്ത് സുരേഷ് ഗോപിയുടെ മോനെ എന്നല്ലേ വിളിച്ചത്? അങ്ങനെ വിളിക്കാൻ പാടില്ലായിരുന്നല്ലേ? അത് നമുക്കറിയില്ലായിരുന്നു. എന്തായാലും അനിൽ തോമസ് സാർ അത് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ഇതിനിടെ സാറെ വിളിച്ചു വരുത്തി കൃത്യമായൊരു മെമ്മോ കൊടുത്ത് പുള്ളിയുടെ ഡീറ്റെയിൽസ് മുഴുവൻ എഴുതി വാങ്ങിക്കേണ്ടതാണ്, തെളിവുകൾ സബ്മിറ്റ് ചെയ്യാൻ ആവശ്യപ്പെടേണ്ടതാണ്. അതൊന്നും നമുക്ക് പറ്റൂല. അശ്വന്ത് ഗോക്ക് പട്ടി എന്നൊക്കെ വിളിച്ച് അത് ശരിയായില്ല. സുരേഷ് ഗോപിയുടെ മോനെ എന്ന് വിളിച്ച് നമ്മൾ കേസ് കൊടുക്കണം പിള്ളേച്ച എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന് പകരം മലയാള സിനിമയ്ക്ക് ഉപകാരമുണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യും. ഞാനൊരു ചെണ്ടയാണെന്നാ ഇവിടെ ഉള്ളൊരു വിചാരം. എല്ലാവരും വന്ന് ഇടക്കിടക്ക് കൊട്ടും.